മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയെ കള്ളക്കേസിൽ കുടുക്കിയതിൻ്റെ സന്തോഷം വീട്ടിൽ വന്ന് എല്ലാവരുടെയും മേഘനാഥൻ അറിയിക്കുന്നുണ്ട്. വാമദേവനോട് പറഞ്ഞതിന് ശേഷം നേരെ മഞ്ജുവിനോട് പോയി അറിയിക്കുന്നുണ്ട്. ഇതുപോലെ മാർക്കോയെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട്, പൊതുസ്ഥലത്ത് വെച്ചൊരു പെൺകുട്ടിയെ ശല്യം ചെയ്തെന്നുള്ള രൂപത്തിൽ കള്ളക്കേസ് കൊടുപ്പിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, എൻ്റെ പരിചയത്തിലുള്ള പെൺകുട്ടിയെ കള്ളക്കേസ് കൊടുത്ത ഒരു 3 വർഷത്തേക്ക് അവൻ ഇനി പുറത്തിറങ്ങത്തില്ല എന്നൊക്കെയുള്ള രൂപത്തിൽ സംസാരിക്കുമ്പം മഞ്ജുവിന് അവിടെ തൊട്ടൊരു ചെറിയ ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ വക കാര്യങ്ങളിലെല്ലാം ഒരു പെൺകുട്ടി അങ്ങനെ കള്ളക്കേസ് കൊടുക്കാനോ അങ്ങനൊരു പബ്ലിസിറ്റിക്കോ ആഗ്രഹിക്കത്തില്ല. അപ്പം അങ്ങനെ കള്ളക്കേസ് കൊടുത്തിട്ടുള്ള പെൺകുട്ടിയുടെ സ്വഭാവം എങ്ങനത്തെ ആയിരിക്കും എന്ന് ഊഹിക്കാമല്ലോ എന്നുള്ളൊരു ഡൗട്ട് മഞ്ജുവിന് തോന്നുന്നുണ്ട്. മഞ്ജുവിന് സംശയം തോന്നുന്നുണ്ട്, ഏതാ പെൺകുട്ടി, നിങ്ങളുടെ ആരായിട്ട് വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ സുഹൃത്താ എന്നൊക്കെ പറഞ്ഞ് മേഘൻ തടി തപ്പാൻ നോക്കുന്നുണ്ട്. എന്നാൽ മേഘൻ പറഞ്ഞതൊന്നും മഞ്ജുവിന് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മേഘൻ്റെ സ്വഭാവം അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലെന്നുള്ള കാര്യം പലരും പറഞ്ഞ് മഞ്ജു അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട് രണ്ടുപേരും. എന്നിട്ട് മേഘൻ പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്കെന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. മുമ്പ് ഞാൻ കുറേ തരികിടയൊക്കെ കാണിച്ചിട്ടുണ്ട്, അത് നിൻ്റെ ചേട്ടന്മാർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനല്ല. ഞാനൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കടിഞ്ഞാൻ നിൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് എൻ്റെ തലയിൽ കയറിയിരുന്ന് എന്നെ ഭരിക്കാമെന്നുള്ള ചിന്ത വിട്. നിനക്കിവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നീ ഉത്തരവാദിത്വത്തോടെ ചെയ്യും മഞ്ജു. എൻ്റെ പിന്നാലെ നടക്കുന്നത് നീ ഒഴിവാക്ക്. അത് കേട്ടിട്ട് മഞ്ജുവിന് ഒരുപാട് ദേഷ്യമാവുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, ഇപ്പം മേഘേട്ടൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്, മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അത് കേട്ട് മേഘം പറയുന്നുണ്ട്, നേരത്തെ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നേരത്തെ നീ എന്നോട് പെരുമാറുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു. എപ്പോൾ നീ ഒരു ഭാര്യയുടെ അധികാരവും അവകാശങ്ങളും എൻ്റെ മേൽ എടുക്കാൻ തുടങ്ങി, എൻ്റെ അവകാശങ്ങളൊക്കെ പിന്നെ ഞാൻ ആരുടെ കാണിക്കണമെന്ന് മഞ്ജു ചോദിക്കുമ്പം മേഘം പറയുന്നുണ്ട്, ശത്രുക്കൾക്ക് ചിരിക്കാനുള്ള വഴി ഉണ്ടാക്കാതെ നീ നിൻ്റെ കാര്യം നോക്കൂ മഞ്ജു. അത് കേട്ട് മഞ്ജുവിന് വീണ്ടും ദേഷ്യമാകുന്നുണ്ട്. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, എന്തെങ്കിലും ആകട്ടെ, പക്ഷേ ഇവിടെ ആരും നിങ്ങളെ തിരക്കി വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തന്നെ കൊന്നുകളയും. അത് കേട്ട് മേഘന് വല്ലാണ്ട് പേടിയാകുന്നു. കാരണം മാനസയെങ്ങാനും ഇനി എന്നെ തിരക്കി ഇവിടെയെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇവളുടെ സ്വഭാവം ആകെ മാറും. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ അവൾ എന്നെ തിരക്കി മാനസ ഇവിടെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു പ്രതിരോധം ഒരുക്കണമെന്ന് മേഘൻ മനസ്സിൽ ചിന്തിക്കുന്നു. അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപനെ കാണാൻ പോകുന്നുണ്ട്. പ്രതാപനോട് പറയുന്നുണ്ട്, നിങ്ങളെ ആരാ ഇങ്ങനെ ശരിയാക്കിയെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ പ്രതാപ, എനിക്കിപ്പോൾ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. കാരണം മുമ്പ് ഞാൻ കരുതിയിരുന്നത് എൻ്റെ മഹാലക്ഷ്മിക്ക് സ്നേഹം കൊടുത്ത് വളർത്തിയ നല്ലൊരു രണ്ടാനച്ഛനാണ് നിങ്ങളെന്നാ. പക്ഷെ അവൾ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. നിങ്ങളുടെ ക്രൂരതയുടെ മുഖം എന്താണെന്ന് അവൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവൾ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ മകൾ രാജകുമാരിയെ പോലെ ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണല്ലോ എന്നെ കൊന്ന് എൻ്റെ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ മരുമോൻ്റെ പേരിലേക്ക് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനൊരു സത്യം പറയാം, മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിൽ വന്നു കയറിയതിന് ശേഷം എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിനു മുമ്പേ ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടവളായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുറന്നു പറയുക, നിങ്ങൾ ആരെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവുന്ന രൂപത്തിലേക്ക് ഇനി കാര്യങ്ങൾ ഞാൻ മാറ്റിയിരിക്കും. അതുകൊണ്ട് പറയാം, ഇനിയെങ്കിലും നിങ്ങളൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. നിങ്ങളൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ വരില്ല. എന്നെ കയറി ചൊറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് എന്തെങ്കിലും പണി എനിക്ക് വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഈശ്വരൻ മറ്റു രൂപത്തിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നിരിക്കും. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന് ചോദിക്കുമ്പം മോഹിനിയമ്മ പറയുന്നുണ്ട്, ഇതൊന്നും പറയാനല്ല, മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനാണ് അവരിങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. മറ്റൊന്നും ആയിരിക്കില്ല, മിക്കവാറും മഹാലക്ഷ്മിയുടെ പേരിൽ സ്വത്തുക്കൾ മാറ്റാൻ കണ്ണൻ തീരുമാനിച്ചില്ലേ, ആ തീരുമാനം പ്രതാപനോടും മുത്തശ്ശിയോടും നേരിട്ട് പറഞ്ഞ് അവരെ ഒന്ന് വിരട്ടാൻ വേണ്ടിയിട്ടും കൂടി ആയിരിക്കും വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.